നമസ്കാരം. ഞങ്ങളെന്നുള്ളത് കടയ്ക്കലിലെ ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെൻ്ററിലാണ്. ഇവിടെ ഒരു ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മൂന്നാമത് തവണയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഹിയറിംഗ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അവയർനെസ് കിട്ടത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് ഓഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി കൃപ ജോൺ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവർ കൂടുതൽ കാര്യങ്ങൾ ഹിയറിംഗ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോഴും സാധാരണക്കാർക്ക് കേൾവി ഒരു പ്രശ്നമുള്ളവർക്ക് അതിൻ്റെ ബോധവൽക്കരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ ചെവിയുടെ പ്രവർത്തനം എന്താണ്? ചെവി നമുക്ക് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏറ്റവും ആദ്യത്തെ പാർട്ട് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അപ്പം ഇനി പറയാൻ പോകുന്നത് അത് എങ്ങനെയാണ് ചെവിയിൽ സൗണ്ട് കടക്കുന്നതെന്നും അത് ബ്രെയിനിലെത്തിയിട്ട് എങ്ങനെയാണ് അത് നമുക്ക് കേൾക്കുന്നതെന്നും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് ഞാൻ പറഞ്ഞ പോർഷൻ. ഇത് പിന്നാന്ന് പറയും. അപ്പൊ ഈ പിന്ന വഴിയാണ് സൗണ്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് കയറുന്നത്. പിന്നെ സൗണ്ടിനെ കളക്ട് ചെയ്യും. എന്നിട്ട് അത് ഈ ഓഡിറ്ററി കനാലിൽ എത്തിച്ചേരും. അപ്പൊ ഇതുവരെയാണ് എക്സ്റ്റേണൽ ഇയർ. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് മിഡിൽ ഇയർ എന്ന് പറയുന്നത്. അതൊരു എയർ ഫിൽഡ് ക്യാവിറ്റി ആണ്. അതിനകത്ത് നമുക്ക് 3 ബോൺസ് ഉണ്ട്. മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ്. അങ്ങനെ 3 ബോൺസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇയർ ഡ്രം ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ ഇയർ ഡ്രമ്മും ഈ 3 ബോൺസും കൂടെ ചേരുന്നതാണ് മിഡിൽ ഇയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ഇന്നർ ഇയർ ആണ്. ഇന്നർ ഇയർ ആണ് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉള്ളത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ കേൾവിയെ സഹായിക്കുന്ന ഓർഗൻ. അപ്പൊ ഇതിനകത്ത് ഹെയർ സെൽസ് ഉണ്ട്. ആ ഹെയർ സെൽസ് ആണ് സൗണ്ട് വേവ് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് കയറി മിഡിൽ ഇയറിലെത്തി പിന്നെ അവസാനം ഇന്നർ ഇയറിലോട്ട് പോകും. ഇന്നർ ഇയറിൽ നമുക്ക് ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതുവഴി ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചേരും. അപ്പോഴാണ് നമുക്ക് സൗണ്ട് എന്തുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂളല്, തലകറക്കം, ഛർദി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ടിനൈറ്റസ് എന്ന് പറഞ്ഞാൽ ഈ എരപ്പ് മൂളലിന് ശാസ്ത്രീയ നാമം ടിനൈറ്റസ് എന്ന് പറയും. ടിനൈറ്റസ് ഒരു പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. അതിനകത്ത് ഈ സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, സൗണ്ട് കൂടുതലായിട്ട് ചെവിയിൽ അടിച്ചു കയറുമ്പോൾ ടിനൈറ്റസ് ഉണ്ടാകുന്നു. ചിലപ്പോൾ അത് പിന്നെ ഇയർ ഇൻഫെക്ഷൻ, ഇയർ വാക്സ്, നമുക്ക് സ്ട്രെസ് അങ്ങനത്തെ ഉള്ള ഒത്തിരി വിഷമങ്ങളും അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ടിനൈറ്റസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് പെർമനന്റും ആവാം, ടെമ്പററി ആവാം. ഈ പെർമനന്റ് ആയിട്ടുള്ള ടിനൈറ്റസ് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ അതിന്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ ആ ടിനൈറ്റസ് മാസ്ക് ആവും. ആ ചെവിയിലെ എരപ്പ് മൂളലൊക്കെ അത് മാസ്ക് ആയി പോകും. അതേ ഉള്ളൂ. നമ്മൾ ഈ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു അസുഖം, ഇയർ ബാലൻസിംഗുമായി ബന്ധപ്പെട്ട് വെർട്ടിഗോ എന്ന് പറയുമ്പോൾ തലകറക്കമാണ് ഉദ്ദേശിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു. നമുക്ക് പൊസിഷണൽ വെർട്ടിഗോ, നമുക്കിപ്പം പെട്ടെന്ന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ സൈഡ് തിരിയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പൊസിഷണൽ വെർട്ടിഗോ ഉണ്ട്. നമ്മൾ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ്സിൽ വെർട്ടിഗോ വരാം. അല്ലാതെ ഹെഡ് ട്രോമ വഴി വെർട്ടിഗോ വരാം. അല്ലെങ്കിൽ മീനിയസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഇന്നർ ഇയർ ഫ്ലൂയിഡിലെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുവഴി വെർട്ടിഗോ വരാം. അപ്പൊ ഈ ചെവിനെ നമ്മൾ ഒരു സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനാണ് നമ്മളെ നേരെ നിർത്തുന്നത്. നമുക്ക് ഒരു ബാലൻസ് കറക്റ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് സെമി സർക്കുലർ കനാൽ. അപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേന് നമുക്ക് തലകറങ്ങി ബാലൻസ് വരാം. അത് നമ്മൾ ഇന്റേണലി ഫിക്സ് ചെയ്യാവുന്നതുണ്ട്, അതുപോലെ ഔട്ട് സൈഡിൽ ഫിറ്റ് ചെയ്യുന്ന, അങ്ങനെ പലതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിയറിംഗ് എയ്ഡ്സിന്റെ പ്രവർത്തനം എന്താണ്? നമുക്ക് 5 തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ചെവിയുടെ ബിഹൈൻഡിൽ വരുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പവർ കുറഞ്ഞ ഹിയറിംഗ് എയ്ഡ്സും പവർ കൂടിയ ഹിയറിംഗ് എയ്ഡ്സും. പിന്നെ RIC മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്,
PIC മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അത് ചെവിയുടെ ഉള്ളിൽ പോകുന്ന മെഷീനാണ്. പിന്നെ IIC ഇൻവിസിബിൾ ഇൻഡക്ടർ അങ്ങനെ 5 ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹിയറിംഗ് എയ്ഡ്സിനകത്ത് പല ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ചിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ചിപ്പ് എന്ന് പറയുമ്പം നമുക്ക് പല തരത്തിലുള്ള സൗണ്ടുകൾ അത് റെക്കോർഡ് ചെയ്യും. അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇപ്പം ഒരു പക്ഷി കരയുന്ന സൗണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മിക്സി വർക്ക് ചെയ്യുന്ന സൗണ്ട്, അതെല്ലാം ഇതിനകത്ത് ഓൾറെഡി റെക്കോർഡ് ചെയ്യും. അപ്പം ഹിയറിംഗ് എയ്ഡ്സിന് അതിന് തരം തിരിച്ച് ഓരോ സൗണ്ടുകളും തരം തിരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് ഇത് കുറച്ചുകൊണ്ട് നമ്മുടെ സംസാരത്തിന്റെ സൗണ്ട്, ഈ പറയുന്ന സംസാരത്തിന്റെ സൗണ്ടും അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോയ്സും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സ്പീച്ച് സൗണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പീച്ച് സൗണ്ടിനെ അത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും. സൗണ്ട് കൂട്ടി കൊടുത്തിട്ട് ഈ അൺവാണ്ടഡ് സൗണ്ട്സിനെ കുറച്ചു കൊടുക്കും. അതാണ് ഹിയറിംഗ് എയ്ഡ്സിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടാണ് ചിപ്പ്. ചിപ്പിലാണ് ഈ കാര്യങ്ങളുള്ളത്. രണ്ടാമത് വരുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത്, അത് സൗണ്ട് പുറത്തുള്ള സൗണ്ടിനെ പിക്ക് ചെയ്തിട്ട്, അപ്പൊ ഈ ഹിയറിംഗ് എയ്ഡ്സിന്റെ മൈക്ക് ഈ ഒരു പോർഷനിലാണ്. അപ്പൊ ഈ മൈക്ക് സൗണ്ടിനെ പിക്ക് ചെയ്തിട്ട് പിന്നെ അത് ഒരു അപ്പൊ നമ്മള് ഇവിടെ സൗണ്ട് എനർജി ആയിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്, അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആംപ്ലിഫയറിലോട്ട് വിടും. ആംപ്ലിഫയറിലാണ് സൗണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബൂസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് റിസീവറിലോട്ട് പോകും. റിസീവറിൽ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വീണ്ടും സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ചെവിയുടെ ഉള്ളിലോട്ട് വെക്കും. മനസ്സിലായോ? അപ്പൊ റിസീവർ വഴി പിന്നെ നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ടാണ് സൗണ്ട് പോകുന്നത്. അപ്പോഴ അതാണ് ഇതിന്റെ ഒരു ഇതിനകത്ത് സ്പീക്കർ ഉണ്ട്. അതെ, അതുവഴി ആ സൗണ്ട് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ കനാൽ, പിന്നെ മിഡിൽ ഇയർ, പിന്നെ ഇന്നർ ഇയർ, അങ്ങനെ ബ്രെയിനിലോട്ട് പോകും. അത് ആംപ്ലിഫൈഡ് സൗണ്ട് ആണ് പോകുന്നത്. അതെ, നമുക്ക് പക്ഷെ ഈ ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓരോരുത്തരുടെ കേൾവിക്ക് അനുസരിച്ച് അതിനെ ടെസ്റ്റ് ചെയ്യും. ഹിയറിംഗ് എയ്ഡ് നമുക്ക് എത്രത്തോളം കേൾവി കുറവുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. പല ഇന്റൻസിറ്റിയിലും പല ഫ്രീക്വൻസിയിലാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എത്ര ഇന്റൻസിറ്റിയിലാണ് ഒരു പേഷ്യന്റ് ഓരോ ഫ്രീക്വൻസിയിലും കേൾക്കുന്നത്, ഏറ്റവും കുറഞ്ഞ സൗണ്ട് ഏത് ലെവലിലാണ് കേൾക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അത് ഓഡിയോമെട്രിക് ടെസ്റ്റ് വഴി കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ എന്തോ ചെയ്യും, സോഫ്റ്റ്വെയർ വഴി കണക്ട് ചെയ്തിട്ട് ഹിയറിംഗ് എയ്ഡ്സിലാക്കും. അപ്പം ആൾക്ക് കേൾവിക്ക് അനുസരിച്ച് അത് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് അധികം വേറെ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇപ്പം പെട്ടെന്ന് നമുക്ക് എന്തുവാ ഓഡിയോ സ്ട്രീമിംഗ്, വീഡിയോ സ്ട്രീമിംഗ്. ഇപ്പൊ ഒരു കോള് വരുവാണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ കേൾക്കാൻ പറ്റും. ഇപ്പം ദൂരെ ഇരിക്കുവാണെങ്കിൽ ഫോൺ പോലും നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ വീഡിയോ, ഇപ്പൊ യൂട്യൂബില് വീഡിയോസ് കാണണം, അപ്പൊ നമുക്കത് സ്ട്രീം ചെയ്തെടുക്കാം. അതേപോലെ ഓഡിയോ സ്ട്രീമിംഗ് ഉണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നോയ്സിനെ സപ്രസ് ചെയ്ത് സ്പീച്ചിന്റെ ക്ലാരിറ്റി കൂട്ടി കൊടുക്കുന്നതാണ് ഹയർ എൻഡ്, കുറച്ച് വിലയുള്ള മെഷീനിലോട്ട് പോകുമ്പോൾ. ഇപ്പം AI ടെക്നോളജി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഹിയറിംഗ് എയ്ഡ് അഡാപ്റ്റ് ആയി അതിനനുസരിച്ച് പ്രവർത്തിക്കും കേട്ടോ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെന്ററിലായിരുന്നു ഇത്രയും നേരം ചെലവഴിച്ചത്. അപ്പോൾ കേൾവിയെക്കുറിച്ചുള്ള ഒട്ടുമുക്കാൽ നമ്മുടെ സാധാരണക്കാർക്കുള്ള സംശയങ്ങൾ നീങ്ങിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഓണം ഓഫറായിട്ട് 25% ഓഫറാണ് ഓരോ ഹിയറിംഗ് എയ്ഡ്സിനും അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത്രയും കൂടുതൽ അവയർനെസ് തന്ന, കേൾവിയെക്കുറിച്ച് അവയർനെസ് തന്ന ഉപ മാഡത്തിന് നമ്മൾ നന്ദി അറിയിക്കുന്നു. നന്ദി.